അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. റെഡി ആയിട്ട് നിൽക്കുക. ഇത് റഹീസ് കുട്ടിൻ്റെ ഫ്രണ്ടാണ് അല്ലേ? ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാലക്കാടുള്ള എക്സിബിഷൻ കാണാൻ പോവുക കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാ റജിക്കുട്ടി എല്ലാവരും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. ഫാത്തിമക്കുട്ടി എടുപ്പിട്ട് ഇതാ നമ്മുടെ ചോപ്പ് കിളി, ഇതാ നമ്മുടെ റിൻഷിക്കുട്ടി, പിന്നെ കുട്ടി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നമ്മുടെ പാലക്കാട് എക്സിബിഷൻ കാണാൻ പോകാം കേട്ടോ. മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കുറേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർക്കായി ഞാനൊന്ന് കാണിക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ നമ്മുടെ സ്റ്റേഡിയം അങ്ങോട്ട് വരുന്ന കേട്ടോ, പാലക്കാട് സ്റ്റേഡിയം. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിക്ക് പാർക്ക് ചെയ്ത് നിർത്തിക്കണം കേട്ടോ. അവിടെ നിറയെ കാർ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണാൻ നല്ല സെറ്റായിട്ടുണ്ട്. അതുമല്ല നല്ല ചുറ്റവും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മരങ്ങളിലെ ലൈറ്റൊക്കെ കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ടും കൂടി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ. അപ്പം നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ മെല്ലെയല്ലേ പോയി കാണുള്ളൂ. അപ്പോൾ കാണാൻ ദൂരത്തുള്ളവർക്കൊന്നും കാണാൻ പറ്റാത്തവർക്കും കൂടി ഒന്ന് ഹെൽപ്പായിക്കോട്ടെ പറഞ്ഞിട്ട് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. താജ്മഹലിൻ്റെയും മീനിൻ്റെയും ടൈറ്റാനിക്കിൻ്റെ ഒക്കെ വന്നപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 120 രൂപയുടെ ടിക്കറ്റിൻ്റെ വില കാണിക്കുന്നത്. പിന്നെ 2.5 വയസ്സായ കുട്ടികൾക്കൊന്നും വേണ്ട കേട്ടോ ടിക്കറ്റ്. അപ്പോൾ എന്താ നല്ല പേരൊക്കെ നല്ല വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മഞ്ഞുമല ബോയ് അതിൻ്റെയൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഗുണ കേവ് ഐ ലവ് യു പാലക്കാട് ഫെസ്റ്റ് എന്നിട്ട് എഴുതിയിരിക്കണം അവിടെ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പൈസ കൊടുക്കണം തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ അവിടെ ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ വണ്ടികളൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ഗ്രൗണ്ടാണ്. ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫെസ്റ്റ് ഗുണ കേവ് വ്ളോഗർമാരുണ്ടല്ലോ, നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചാനലിലുള്ള ആളുകൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് നല്ല സ്മാർട്ട് ഫോൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൂരത്തുനിന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷെ ഇനി ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ ഭംഗിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ റിയാസ്ക്ക് പോയി ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ടിക്കറ്റൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളെയും വിളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ടിക്കറ്റും കൊണ്ട് കയറുകയാണ് കേട്ടോ, ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും മിസ്സാക്കാൻ പറ്റില്ല. കുട്ടികളെയും നോക്കണം, നമ്മുടെ ചുറ്റുള്ള കാഴ്ചകളും കാണണം. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെയും കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ കുറേ ദിവസമായിട്ട് റിൻഷിമോൾ പോകണം എന്നിങ്ങനെ പറയുന്നത്. പിന്നെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവർക്കും കൂടി വേണ്ടി കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഫുള്ളായി കാണണമല്ലോ. നമ്മൾ ഓടിച്ച് കണ്ടാലും രസം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ട് ലൈക്ക് അടിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട് കേട്ടോ. പ്രേതങ്ങളുടെയൊക്കെ ഒരു ചിത്രങ്ങളൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ചിലപ്പോൾ പേടിക്കും കേട്ടോ. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ടെത്തിരി പേടിയാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഭയങ്കര സൗണ്ടും പാട്ടൊക്കെയാണ്. പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇടുന്നില്ല, വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൺമണി അൻപോട് കാതലൻ കടിതമേ, ആ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കുന്നുണ്ട് കേട്ടോ. ആ പാട്ട് ആ ഡയലോഗൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ സൗണ്ടിൽ. പിന്നെ അങ്ങനെ ഓരോ മുകളിലാട്ടോ ഓരോ ചിത്രങ്ങളും എഴുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നമ്മൾ അട്ട പോലത്തെ കടലാസിൽ സെറ്റ് ചെയ്ത് കേട്ടോ. അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. പോകുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. അതിനുള്ളിൽ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റും ഒരു ഗുഹ തന്നെ കേട്ടോ ശരിക്ക്. എന്നാലും ആ സിനിമയത്തെ ഗുഹ പോലെയൊന്നും ഇല്ല, എന്നാലും ഒരു സുമാർ ഒപ്പിക്കുക, കുഴപ്പമില്ല കേട്ടോ. നമ്മൾ 120 ടിക്കറ്റ് വില അധികമാണ് കേട്ടോ. നമ്മളെ പോലുള്ളവർക്കൊന്നും താങ്ങൂല. പിന്നെയും കുട്ടികൾ പറഞ്ഞപ്പോൾ
പോയപ്പോൾ നമ്മളൊന്ന് പോയി എന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞുമൽ ബോയ്സ് ഞാൻ സിനിമ കണ്ടിട്ടൊന്നുമില്ല, ആ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு അപ്പോൾ കേട്ടോ നിങ്ങൾ ആ പാട്ടും അതിൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഗുഹയിൽ കൂടെ നടന്നു പോകാൻ നല്ലൊരു ഇതാട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു പോകാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതാ നമ്മുടെ കയറിൽ തൊങ്ങി കൊടുക്കുന്ന ആളിനെ കണ്ടില്ലേ, കാണാൻ നല്ല സെറ്റപ്പ് ഇട്ട് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് അവർ. നല്ലൊരു ഗുഹയും പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അത്ര തിരക്കില്ലെങ്കിലും സുമാറ് തിരക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആൾക്കാരുടെ സൗണ്ടും പിന്നെ അങ്ങനെ നടന്ന് കാണാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഗുഹൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, രത്നങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണ പോലെ, പിന്നെ അങ്ങനെ കയറിൽ കെട്ടിയിട്ട് തൊങ്ങണ സീന്, അങ്ങനെ കുറേ കാണാനുണ്ട് കേട്ടോ. വന്നാൽ നമുക്ക് കണ്ട് മുതലാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നടന്നിങ്ങനെ കാണാം, ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ശരിക്കും കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ചില ഭാഗത്ത് ഇങ്ങനെ ഗോസ്റ്റിൻ്റെ ചിത്രമൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. ഭയങ്കരമായിട്ട് ഗോസ്റ്റിൻ്റെ കണ്ടില്ലേ, ഗോസ്റ്റിൻ്റെ തല മാത്രം കൊടുത്ത നല്ല കുട്ടികളൊക്കെ പേടിക്കും. എൻ്റെ റെജിക്കുട്ടി ഇത്തിരി പേടിച്ചു കേട്ടോ ആ സൗണ്ടും ഇതിനൊക്കെ കണ്ടപ്പോൾ. പിന്നെ നമ്മളിതാ അവിടുന്ന് കുറച്ച് വീടേക്ക് സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു പുലിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, പുലി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആന, പിന്നെ നമ്മുടെ കമലഹാസനും പെണ്ണുമ്പാട് ഇരിക്കുന്ന ഒരു പിക്ചറുണ്ട്. പിന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കയറി വരുന്ന ആൾക്കാരിനെയും പിന്നെ താഴത്ത് നിൽക്കണവരിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആ സ്റ്റെപ്പിൽ കൂടെ കയറി വന്ന ശേഷം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുക കേട്ടോ. പിന്നെ ഉള്ളിലാണ് കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട്. പിന്നെ അങ്ങനെ മൃഗങ്ങളുടെ ഓരോ പിക്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് വിടാം കേട്ടോ. പിന്നെ കുട്ടികളിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. പോയി പറഞ്ഞാൽ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ഫാത്തിമാക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം കേട്ടോ. കാഴ്ചകളൊക്കെ അങ്ങനെ അവളിനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി എനിക്കിങ്ങനെ പുറത്ത് പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റിയാസ്കാക്ക് ചില സമയത്തൊക്കെ നല്ല എല്ലാവരുടെയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ആൾക്കും കൂടി ഒന്ന് തോന്നണം കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പാത്തുക്കുട്ടിക്ക് ഇങ്ങനെ എല്ലാവരുടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര അവൾക്കൊരു മാറ്റമൊക്കെ വരുമല്ലോ ആളുകളൊക്കെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ എന്നും ഇല്ലാണ്ടിരുന്നാൽ നമുക്കൊന്നും നടക്കില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ എന്താ പറയുക, എല്ലാവരുടെയും പോകാനും ഇതൊക്കെ വരാനുള്ള ഒരു ഇത് നമുക്ക് കാണണം. അങ്ങനെ അതാ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടോ. പിന്നെ ഇതാ ഇവിടെയൊക്കെ നല്ല കാണാൻ, ഇവിടെ അത്ര ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാട്ടോ ഇനി കാണാൻ കിടക്കണത്. നല്ല ഫ്ലവർ ഷോ ഒക്കെ ഇനി ഇവിടെ അപ്പുറത്താണ് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടം ഇങ്ങനെ എന്താണ് നിന്ന് കുറച്ച് സെൽഫി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നതും പിന്നെ അവിടെ ഇങ്ങനെ ഓരോ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നേരിട്ട് പോകുമ്പോൾ അങ്ങനെ വായിച്ചാൽ മതി. ഞാനിപ്പോൾ അതൊന്നും വായിക്കാൻ നിന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ഇത്തിരി ഹെഡിങ് മാത്രം വായിച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കടന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കയറിട്ട് വലിക്കുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് റിൻഷിമോള് സെൽഫിയൊക്കെ എടുത്തിട്ടാണ്. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ പോകുമ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. പിന്നെ അങ്ങനെ ഇതാ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി വന്ന ശേഷം നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ കുഴി, അവൻ പെടുന്ന ഒരു കുഴി, അതൊക്കെ ഇങ്ങനെ വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ, ജെല്ല് പോലെ. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തലോടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ടാണ്. അപ്പം ഞാൻ വേഗം അത് മാത്രം കുറച്ച് നേരം നോക്കിയുള്ളൂ. പിന്നെ വേഗം അപ്പുറത്ത് കൂടെ പോയിട്ട് കയറ് വലിക്കണ ആ ഭാഗോട്ടത്. അപ്പം ഞാൻ വീഡിയോക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങും. പിന്നെ ഗുഹയൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കേട്ടോ സൂപ്പർ, ഇതിലും സൂപ്പറാട്ടോ. അത് ഇനി ഉള്ളിലേക്ക് പോകാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക,
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സനോ വേൾഡ് എന്ന് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ കാണാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇവിടുന്നൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ റിഞ്ചുമോളൊക്കെ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട്. പിന്നെ റിയാസ്കാർക്ക് ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് ചിലപ്പം വരും ചിലപ്പം വരില്ല അങ്ങനെ. പിന്നെ ഇങ്ങനെ ഇവിടുത്തെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകൾ. കാണാൻ വന്നാൽ നല്ല സെറ്റാട്ടോ, അടിപൊളിയാണ്. നമുക്ക് നല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. റിയാസ്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മുകളിലുള്ള ഒരു പഞ്ഞി പോലത്തെ കാണാൻ നല്ല രസം. നമ്മൾ മഞ്ഞുമലയിൽ പോയി നിൽക്കണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, മീൻ എന്തോ ഇതിന് പറയുമല്ലോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു കളറൊക്കെ ഓരോ മരത്തിനും ഓരോ കളറാകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നിന്ന് തല ഇങ്ങനെ ഇളക്കണുണ്ട് ഈ സംഭവം. പിന്നെ ചെടികളൊക്കെ നല്ല സെറ്റാട്ടോ, നമുക്ക് അടിപൊളി എന്ന് പറയാൻ എന്താ പറയുക, വേറെ ലെവലാണ് കേട്ടോ, പൊളിയാണ് സംഭവം. പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. പിന്നെ എല്ലാവരും വീഡിയോ എടുക്കും ഫോട്ടോസ് എടുക്കണമൊക്കെ ഈ തിരക്കാണ്. പിന്നെ പുള്ളിപ്പുലി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ അത്. പിന്നെ നല്ല ഡോഗുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുള്ള ഡോഗുകൾ. അവരുണ്ടാക്കിയതാണെന്ന് പെട്ടെന്ന് നോക്കിയാൽ പറയില്ല കേട്ടോ, നന്നായിട്ടുണ്ട്, അടിപൊളി. സ്നോവൽ എന്നൊക്കെ പറയില്ലേ എന്ന പോലെ നല്ല കണ്ടില്ലേ, പട്ടിക്കുട്ടികൾ കുരക്കണ പോലെയും പിന്നെ ചെറിയ കുഞ്ഞു വീടുകളും. ഇവിടെയൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ, കാണാൻ നല്ല ഇതുണ്ട്. തൊടാനൊക്കെ നമുക്ക് പഞ്ഞിയാണ് കേട്ടോ, അടിയിലിട്ടിരിക്കുന്ന പഞ്ഞിയാണ്. പിന്നെ കളർഫുൾ പിന്നെ റെഞ്ച് ഫാത്തിമ കുട്ടിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ്. കളറുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് എന്താ അത്ഭുത ലോകത്ത് വന്ന പോലെ ഉണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറണം കേട്ടോ. ഇനി കുരങ്ങ് അങ്ങനെ പല, പിന്നെ ഇനി മേജിക്കൽ ഗ്രാൻഡ് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല ശരിക്ക്. എല്ലാവരും ഓരോ കവർ പോലെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കയറാൻ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഫ്ലവർ ഷോ ആണ് കേട്ടോ, അടിപൊളി. അവിടെ നല്ല അടിപൊളി അടിപൊളി ഫ്ലവർ കളർ കേട്ടോ, കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ അവിടെ പാട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൗണ്ട് ഓഫാക്കുകയാണ്, കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ സോങ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ ഫ്ലവർ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലോ ഉച്ചത്തിൻ്റെ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇടയിലൊക്കെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുക കേട്ടോ, അതുകൊണ്ടാണ് അവരൊക്കെ അതിൽ പെടുന്നത്. പക്ഷെ തിരക്കില്ലാത്തപ്പോൾ വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരെയും നോക്കണം, നമ്മൾ വീഡിയോ എടുക്കണം, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. ഓടിച്ച് വിടാനൊന്നും നമുക്ക് തോന്നില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയാട്ടോ അവിടുത്തെ കാണാൻ. പിന്നെ മുകളിൽ കണ്ടോ നിറയെ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കുടകളാട്ടോ കാണാൻ, എന്താ രസം എന്നറിയോ. എനിക്ക് കണ്ടിട്ട് ഞാൻ ആ അടിപൊളി ഇഷ്ടപ്പെട്ടിട്ടാ. എനിക്ക് ആ ലവിൻ്റെ ഓരോരോ ഫ്ലവർ വേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല ഫുൾ സെറ്റാണ് കേട്ടോ, അടിപൊളി പൊള്ളിയാണ്, പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി. നമുക്ക് എന്താ പറയുക, മണ്ഡപത്തൊക്കെ പോയാൽ അലങ്കരിച്ച പോലെ അതിലും നല്ല ഗംഭീരമായിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ കൂടുതൽ കാണാൻ ഭംഗി ഫ്ലവറാട്ടോ, അവിടെ പോയാൽ അടിപൊളിയാണ്, പറയാൻ ഒന്നുമില്ല. നമ്മൾ കുഞ്ഞി കുഞ്ഞി കുടകളാട്ടോ മേലെ അവർ സെറ്റ് ചെയ്തിരിക്കണ്, നല്ല ഭംഗിയുണ്ട് അത് കാരണം മുകളിലും താഴത്തൊക്കെ കാണാൻ. പിന്നെ ഞാൻ റിയാസ്കിയും ഇടയ്ക്ക് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ കാണാൻ നല്ല അടിപൊളിയാട്ടോ.
പിന്നെ ഇത് മുട്ടായി സെക്ഷനാട്ടോ ആദ്യം ഇറങ്ങുന്നത്. അവിടുന്ന് ഫ്ലവർ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നതും പിന്നെ നമ്മുടെ പണ്ടത്തെ എല്ലാ മുട്ടായികളും ഉണ്ട് കേട്ടോ. നാരങ്ങ മുട്ടായി, ജോക്കർ മുട്ടായി, കടല മുട്ടായി, പറയാൻ പറ്റില്ല അത്രയും മുട്ടായികളുണ്ട് കേട്ടോ. പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലത്തുള്ള മുട്ടായികളാട്ടോ. ഏതെടുത്താലും 20 രൂപ. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു മുട്ടായി ഞാൻ എടുത്തു കേട്ടോ. 20 രൂപ കൊടുത്തിട്ട് ജോക്കർ മിഠായി എടുത്തിട്ടുണ്ട്. എനിക്ക് ജോക്കർ മിഠായി ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇളന്തിപ്പഴം അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ മുട്ടായി സെക്ഷൻ കഴിഞ്ഞതും പിന്നെ നമുക്ക് ബർക്കിൻ്റെ ഒരു സെക്ഷനാട്ടോ. ബുക്കിൻ്റെ ഒരു സെക്ഷനാണ്. ബുക്ക് സെക്ഷൻ കഴിഞ്ഞതും നമ്മൾക്ക് ഇഷ്ടം പോലെ ബർക്കി കിട്ടും കേട്ടോ. ഏത് ബർക്കി വേണമെങ്കിലും ഉണ്ട്. അത് കഴിഞ്ഞതും അച്ചാറിൻ്റെ സെക്ഷനാണ് കേട്ടോ. അച്ചാർ പോയ പ്രാവശ്യം നമുക്ക് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വിത്തൊന്നും കണ്ടില്ല. ചോളപ്പൊരി അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടുണ്ട്. പിന്നെ പല വിധത്തിലുള്ള എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ. നമുക്ക് പോയ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏതാ പറ്റി അത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നു. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വേറെയും നല്ല അച്ചാറുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അധികം കഴിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഒന്ന് മാത്രം നോക്കിയപ്പോൾ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് മെല്ലെ എസ്കേപ്പായി. പിന്നെ നമുക്ക് ഉപ്പിലിട്ടതും കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതും ഫാൻസി ഐറ്റങ്ങളാണ്. ആ വഴിക്കൊന്നും ഞാൻ പിന്നെ പോയേ ഇല്ല കേട്ടോ. ലിഫ്റ്റിക്ക് അത് ഇത് റിൻഷുമ്പോൾ കണ്ടാൽ വിടൂല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴിക്കൊന്നും പോയില്ല. വേഗം ഞാൻ പിന്നെ അവിടുന്ന് എസ്കേപ്പായി. പിന്നെ കണ്ണാടി, കുട്ടികൾക്ക് കളിക്കാനുള്ള മുഖംമൂടി, പിന്നെ ചവിട്ടി. ഇത് ചവിട്ടിൻ്റെ സെക്ഷനാട്ടോ. പിന്നെ നമുക്ക് ഇടുപ്പ് വേദന, കൈവേദന, കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കിഴി ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞത് പിന്നെ ഐസ്ക്രീം സെക്ഷനാണ് കേട്ടോ. പല വിധത്തിലുള്ള കൊണ്ടാട്ടങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫോട്ടോ കൊടുത്ത് അവർ ഫ്രെയിം ചെയ്ത് തരും. പിന്നെ അങ്ങനെ ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.